ഓക്കെ, അപ്പോൾ നമ്മൾ ഓർഗാനിക്കിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററാണ് പറയാൻ പോകുന്നത്. കോർഡിനേഷൻ കോമ്പൗണ്ട് വെച്ചല്ല ഹാലോ ആൽക്കെയിൻസും ഹാലോ അരീൻസും തുടങ്ങാം. ഓക്കെ, അപ്പോൾ എന്താണ് ഹാലോ ആൽക്കെയിൻസ് എന്ന് ആദ്യം പഠിക്കാം, എന്നിട്ട് ഹാലോ അരീൻസ് ബാക്കി പറയാം. ഓക്കെ, ഹാലോ ആൽക്കെയിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാലജൻ ഡെറിവേറ്റീവ്സ് ആണ്. ഹാലോജൻ ഡെറിവേറ്റീവ്സ് എന്താണ് ഹാലജൻ ഡെറിവേറ്റീവ്സ് എന്ന് അറിയണം. ഹാലജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Cl, Br, F, I അങ്ങനെയുള്ള സംഭവങ്ങളാണ്. ഇതിനെ കോമൺലി നമുക്ക് വേണമെങ്കിൽ എക്സ് എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം, എക്സ് എന്ന്. ഓക്കെ, ഇനി ഹാലോ ആൽക്കെയിൻ എന്ന് പറയുമ്പോൾ ഈ ഹാലജൻ്റെ ഡെറിവേറ്റീവ്സിൻ്റെ കൂടെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ RX എന്നാണ് ഹാലോ ആൽക്കെയിൻസിന് റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം. ഇതിൽ R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CH3, CH2 അല്ലെങ്കിൽ ഇഷ്ടമുള്ളത് വരാം, CH3, CH2, CH3 അങ്ങനെയൊക്കെ വരാം. ഓക്കെ, അപ്പോൾ അത് വിട്. ഇനി RX എന്ന് പറയുന്നതാണ് ഹാലോ ആൽക്കെയിൻസ്. ഇനി ഇതിൻ്റെ പ്രിപ്പറേഷൻ പഠിക്കണം. നമ്മൾ ഹാലോ ആൽക്കെയിൻസ് പ്രിപ്പയർ ചെയ്യുന്നത് ആൽക്കഹോളിൽ നിന്നാണ്. അപ്പോൾ ആൽക്കഹോൾ എഴുതാം, ROH എന്നാണ് ആൽക്കഹോൾ എന്ന് എഴുതാം. ഓക്കെ, ROHനെ ZnCl2ൻ്റെയും HCl-ൻ്റെയും പ്രസൻസിൽ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? HCl എന്ന് പറയുമ്പോൾ HX എന്ന് എടുക്കാട്ടെ നമുക്ക്. കാരണം എക്സ് എന്ന് പറഞ്ഞാൽ ഒന്നല്ലെങ്കിൽ Cl ആവാം, Br ആവാം, F ആവാം, I ആവാം. നമുക്ക് Cl-ഉം Br ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത്. ഓക്കെ, അപ്പോൾ ROH ZnCl2ൻ്റെയും HX-ൻ്റെയും കൂടെ ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് Rഉം X ഒരുമിച്ച് വരും. അതാണല്ലോ നമുക്ക് കിട്ടേണ്ടത് ഓൾറെഡി. അപ്പോൾ RX വരും, പിന്നെ നമുക്ക് വരാം H2O, H2 രണ്ട് H ഉണ്ട്, പിന്നെ ഒരു H2O. അതാണ് ആദ്യത്തെ റിയാക്ഷൻ. പിന്നെ ഇതിലും നന്നായിട്ട് ഉള്ള ഒരു റിയാക്ഷൻ ഉണ്ട്, അതിനാണ് ROH ആൽക്കഹോൾ, അതിൻ്റെ കൂടെ SOCl2 ആഡ് ചെയ്യാം. SOCl2 ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചോട്ടാ. SOCl2 ആഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? RCl എന്ന് പറഞ്ഞാൽ എക്സ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ RCl പ്ലസ് ഇവിടെ വേറെ എന്തൊക്കെയാണ്? Cl ഒരെണ്ണം, പിന്നെ Cl ഒരെണ്ണം പോയി, പിന്നെ H ഉണ്ട്, Cl ഉണ്ട്. അപ്പോൾ H ഉം Cl-ഉം ചേർത്ത് കഴിഞ്ഞാൽ HCl ആവും, പിന്നെ SOO, അപ്പോൾ SO2 ആവും. ഓക്കെ, ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ HCl-ഉം SO2-ഉം ഗ്യാസാണ്, ഗ്യാസ്. അപ്പോൾ അത് ലിബറേറ്റ് ആയി പോകും. ഓക്കെ, ബാക്കി നമുക്ക് പ്യുവർ ആയിട്ടുള്ള RCl കിട്ടും. RCl എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാലോ ആൽക്കീൻ, ഹാലോ ആൽക്കീൻ. ഓക്കെ, ഇനി ഹാലജൻ എക്സ്ചേഞ്ച് മെത്തേഡ്. ഹാലജൻ എക്സ്ചേഞ്ച് മെത്തേഡിൽ രണ്ട് റിയാക്ഷൻ പഠിക്കണം. ഇത് രണ്ടും ഒരുമിച്ച് പഠിച്ചു കഴിഞ്ഞാൽ എളുപ്പം കിട്ടും. ഫിംഗൽസ്റ്റൈൻ റിയാക്ഷനും സ്വാർട്സ് റിയാക്ഷനും. രണ്ടിലും നമ്മൾ എടുക്കുക RX-നെയാണ്. നമുക്ക് RX ആണ് എന്ന് വെച്ചാൽ ഹാലോ ആൽക്കെയിൻ ആണ്. ഇതിൻ്റെ എക്സ്ചേഞ്ച് ഇത് കൊടുക്കുമ്പോൾ വേറെ ഒരെണ്ണം കിട്ടണം എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇതിൻ്റെ രണ്ടിനും പ്ലസ് ഇടുക. ഇതെന്തോ ചെയ്യുമ്പോൾ നമുക്ക് വീണ്ടും ഉത്തരം എന്ത് കിട്ടും? 6 വെച്ചിട്ട് ഇതിൻ്റെ കൂടെ ഉണ്ടായതിനെ ഇവിടേക്ക് എഴുതണം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് വരും നോക്കാം. ഫിംഗൽസ്റ്റൈൻ F വരും. F വരുന്നോട്ട് അതിൻ്റെ തൊട്ടപ്പുറത്തുള്ളത് വേണം നോക്കാൻ, IN, അതായത് NaI. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ സൈഡിൽ നോക്കാം, NI, അതായത് NaI വരും. അപ്പോൾ നമുക്കിതിൽ I ആണ് വരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ Cl, Br, Fi, ഇതിൽ I ആണ് ഇവിടെ വരാം. ഓക്കെ, അപ്പോൾ NaI എന്ന് RI എന്ന് ഇടും. ഇവിടെ എക്സ്ചേഞ്ച് നടത്തും, ഇതിന് പകരം ഇത്. എന്നിട്ട് ബാക്കി എന്നിട്ട് എക്സും NA ഉള്ളൂ, അപ്പോൾ NaX എന്ന് എഴുതാം. ഓക്കെ, പിന്നെ സ്വാർട്സ് റിയാക്ഷൻ. സ്വാർട്സ് റിയാക്ഷൻ്റെ നമ്മൾ ഉപയോഗിക്കുക AG, അതിൻ്റെ കൂടെ F, ഫിംഗൽസ്റ്റൈൻ്റെ F. ശരിക്കും F വരുന്നുണ്ടെങ്കിൽ അത് സ്വാർട്സ് ആണ് പഠിക്കണേണ്ട, നേരെ റിവേഴ്സ് ആണ് ഇത് രണ്ടും. അതാണ് ഇത് രണ്ടും ഒരുമിച്ച് പഠിക്കുന്നത് പറയാം. ഓക്കെ, AgF, R ഇതിൻ്റെ ഒപ്പം F വരും, F പ്ലസ് ബാക്കി എന്നിട്ട് AGയും Xും, AgX. പിന്നെ പഠിക്കുന്നത് ന്യൂക്ലിയോഫിലിക് റിയാക്ഷൻസ് ആണ്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് SN1-ഉം SN2-ഉം തമ്മിലുള്ള ഡിഫറൻസുകൾ പഠിക്കണം. പ്രിപ്പറേഷനിൽ ഈ 4 ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് SOCl2, അതിൻ്റെ പേര് എന്തിട്ടാ? തയോണൈൽ ക്ലോറൈഡ് എന്നാണ്. അത് ആഡ് ചെയ്യണതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത്. അതുപോലെ ഫിംഗൽസ്റ്റൈനും സ്വാർട്സ് റിയാക്ഷനും നെയിമിംഗ് റിയാക്ഷനാണ്, അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം. ഓക്കെ, SN1-ഉം SN2-ഉം. SN1-ലെ റിയാക്ഷൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് 2 സ്റ്റെപ്പിൽ നടക്കുക. നേരെ ഓപ്പോസിറ്റ് ആണ് ഇവിടെ നടക്കുന്നതൊക്കെ. ഒന്നെന്ന് വന്നാൽ 2 സ്റ്റെപ്പിൽ നടക്കും, ഇവിടെ 2 എന്ന് വന്നു കഴിഞ്ഞാൽ ഒറ്റ സ്റ്റെപ്പിൽ നടക്കും. ഓക്കെ, പിന്നെ ഇവിടെ ഇൻ്റർമീഡിയറ്റ് ഉണ്ടാവില്ല, പക്ഷേ ഇവിടെ എന്തുണ്ടാവും? ഇവിടെ ഒരു ട്രാൻസിഷൻ സ്റ്റേറ്റ് ഉണ്ടാവും, ട്രാൻസിഷൻ സ്റ്റേറ്റ്, STAT. ഓക്കെ, ഇവിടുത്തെ റിയാക്ഷൻ്റെ ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3, 2, 1 എന്നാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ 1, 2, 3. ഇവിടെ ഈ SN2 എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് നടക്കും, അതായത് 1, 2, 3 എന്ന് പറയും. ഇവനൊക്കെ നേരെ തലതിരിഞ്ഞാൽ നടക്കുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് വലുത്, ഇത് വലുത്, ഇത് വലുത്, ഇത് വലുത്. ഇത്രയാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത്. പിന്നെ ഇവിടെ റേറ്റ് എന്ന് പറയുന്നത് ആൽഫ ഹാലോ ആൽക്കെയിൻസ് ആണ്. ഹാലോ ആൽക്കെയിൻസ്. പക്ഷേ ഇവിടേക്ക് വരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാലോ ആൽക്കെയിൻസും അതുപോലെ ന്യൂക്ലിയോഫൈലും കൂടെ വരുന്നുണ്ട്. ഓക്കെ, ഈ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ SN2-ഉം SN1-ഉം ഇവിടെ എന്താ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ യൂണിമോളിക്കുലാറും ബൈമോളിക്കുലാറും അങ്ങനെ ഒരു റിയാക്ഷൻ പഠിക്കാണ്ട്. പക്ഷേ ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതിൻ്റെ ഡിഫറൻസുകളാണ് ചോദിക്കുക. ഓക്കെ, പിന്നെ പറയേണ്ടത് ഗിഗർനാഡ് റിയേജൻ്റ് ആണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ RX ഉണ്ടല്ലോ, അതിൻ്റെ കൂടെ Mg ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നതാണ്? മാഗ്നീഷ്യം വെച്ച് ട്രീറ്റ് ചെയ്യണം. RX എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഹാലോ ആൽക്കിൻ്റെ ഒപ്പം മാഗ്നീഷ്യം ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ RMgX ആവും. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക? ഗിഗർനാഡ് റിയേജൻ്റ് എന്ന് പറയുക. അത്ര അതിൽ പഠിച്ചാൽ മതി. പിന്നെ വരുന്നത് ഹാലോ ആൽക്കെയിൻസ് ആർ ലെസ് റിയാക്റ്റീവ് ടു ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. അതിന് കാരണമാണ് ഹാലോ അരീൻസ് കേട്ടോ. ഇനി നമ്മൾ ഹാലോ അരീൻസിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഹാലോ അരീൻസ് എന്ന് പറഞ്ഞാൽ ബെൻസീൻ റിങ്ങിൻ്റെ തലയിൽ തൊപ്പി വെച്ചാണ് വരുന്നത്. X എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ Cl ആവാം, Br ആവാം, F ആവാം, I ആവാം. അങ്ങനെ ഇതെന്തുകൊണ്ടാണ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ കാണിക്കാത്തതെന്നാണ് ചോദ്യം. അതിന് കാരണം എന്താ? ഇതിവിടെ കാർബൺ ക്ലോറിൻ, ഒരു മിനിറ്റ് പാനൽ മെഷീൻ, കാർബൺ ക്ലോറിൻ ബോണ്ട് കാണിക്കും, ഡബിൾ ബോണ്ട് കാണിക്കും. അതാണ് ആദ്യത്തെ പ്രത്യേകത. പിന്നെ ഇവിടെ ഇത് ഹൈലി സ്റ്റേബിൾ ആണ്. അതിന് കാരണം റെസനൻസ്. പിന്നെ പഠിക്കേണ്ടത് ഇത്ര പഠിച്ചാൽ മതി. അപ്പോൾ ഇത്ര പറഞ്ഞു. ഇനി പഠിക്കുന്നത് ഹാലോ അരീൻസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടാണ് പഠിക്കാൻ പോകുന്നത്.
ഓക്കെ, നമ്മൾ ഹാലോ ആൽക്കെയിൻ കഴിഞ്ഞു കേട്ടോ, അത് മനസ്സിലായി തരുന്നു. ഇനി ഹാലോ അരീൻസ് എന്താണ് ബേസിക്കലി അറിയണം. ഹാലോ അരീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെൻസീൻ ഉണ്ടല്ലോ, പോയി ബെൻസീൻ ഉണ്ടല്ലോ, അതിൻ്റെ മണിക്ക് എക്സ് വരെ എന്താണ് ഹാലോ അരീൻസ്. ഹാലോ ആൽക്കെയിൻ എന്ന് പറഞ്ഞാൽ ആറിൻ്റെ കൂടെ എക്സ് വരെ എന്താണ് ഹാലോ അരീൻസ്. ഓക്കെ, ഇനി നമുക്കിനി ഹാലോ അരീൻസിൻ്റെ പ്രിപ്പറേഷൻ നോക്കാം. ഹാലോ അരീൻസിൻ്റെ പ്രിപ്പറേഷൻ വുഡ്സ് ഫിറ്റിംഗ് റിയാക്ഷൻ ആണ് ഉപയോഗിക്കുക. അപ്പോൾ എന്താണ് വുഡ്സ് റിയാക്ഷൻ എന്നും എന്താണ് ഫിറ്റിംഗ് റിയാക്ഷൻ എന്ന് പറയണം, എന്നിട്ട് വേണം വുഡ്സ് ഫിറ്റിംഗ് പഠിക്കുക. വുഡ്സ് ഫിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ആൽക്കെയിൻ ഉണ്ടാക്കാനുള്ള സംഭവമാണ്. വുഡ്സ് ഫിറ്റിംഗ് എന്ന് പറയുമ്പോൾ R' എന്ന് പറഞ്ഞാൽ ഒരു ആൽക്കെയിൻ എടുത്തു, അല്ല ഹാലോ അരീൻ എടുത്തു, ഹാലോ ആൽക്കെയിൻ എടുത്തു. ഓക്കെ, എന്നിട്ട് R2X എന്ന് പറയുന്ന വേറൊരു ഹാലോ ആൽക്കെയിൻ എടുത്തു. ഇനി അതിൻ്റെ കൂടെ നമുക്ക് 2Na ആഡ് ചെയ്യാം, 2Na. ഓക്കെ, അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്തുണ്ടാവും, R1ഉം R2ഉം ഒന്നിക്കും, R1ഉം R2ഉം ഒന്നിക്കും. എന്നിട്ട് 2Na എക്സ് ബാക്കി വരും, 2x ഉണ്ടല്ലോ, അപ്പോൾ 2Na എക്സ് വരും, 2Na എക്സ്. ഇനി ഫിറ്റിംഗ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ സെയിം തന്നെയാണ്. അതിൽ ബെൻസീൻ നിങ്ങൾ ഉപയോഗിക്കാം. ബെൻസീനെ നമുക്കിപ്പോൾ AR എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. AR1X പ്ലസ് AR2X, യാറിന് വരെ AR കിട്ടും എന്നുള്ളൂ. ഓക്കെ, പിന്നെ 2x പ്ലസ് 2Na ഗീവ്സ് AR1ഉം AR2ഉം ഒന്നിക്കും, AR1 AR2 പ്ലസ് 2NaX ബാക്കി വരും. ഈ AR1 എന്ന് പറയുന്നത് ബെൻസീനാണല്ലോ, ബെൻസീൻ്റെ മണ്ടയ്ക്ക് എക്സ് വരുന്നതും വീണ്ടും ഒരു ബെൻസീൻ്റെ മണ്ടയ്ക്ക് എക്സ് വരുന്നതും ബെൻസീൻ്റെ മണ്ടയ്ക്ക് എക്സ് വരുന്നതും ഒന്നിച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് എഴുതാമെന്ന് കൂടെ മനസ്സിലാക്കാം. രണ്ട് ബെൻസീൻ ഇങ്ങനെ വരയ്ക്കാം, ഇങ്ങനെ. ഓക്കെ, എന്നിട്ട് അതിൻ്റെ കൂടെ 2NaX ഇങ്ങനെയാണ് എഴുതേണ്ടത്, മറക്കരുത്. പിന്നെ വുഡ്സ് ഫിറ്റിംഗ് റിയാക്ഷൻ എന്ന് പറയുമ്പോൾ ഇതിൽ നിന്ന് പറഞ്ഞെടുക്കുക R1X പ്ലസ് R1 എന്ന് വേണ്ട RX എടുത്താൽ മതി. പിന്നെ ഇതിൽ നിന്ന് പറഞ്ഞെടുക്കുക ARX എന്ന് എടുക്കുക, പ്ലസ് 2Na ആഡ് ചെയ്യുക. 2Na ആഡ് ചെയ്യുമ്പോൾ എന്തുണ്ടാവും, 2Na ആഡ് ചെയ്യുമ്പോൾ ബെൻസീൻ്റെ മണ്ടയ്ക്ക് ഇത് വരും, എന്ത് വരും, RX എന്ന് വരും. RX എന്നല്ല R വരും, R വരും. പിന്നെ അതുപോലെ തന്നെ നേരത്തെ ചേർന്ന് 2NaX ബാക്കി വരും. ഓക്കെ, പിന്നെ ഡയോട്ടൈസേഷൻ, ഇത് പഠിച്ചത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെ ഡയോട്ടൈസേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ അനിലിൻ എടുക്കും. അനിൽ എന്ന് പറഞ്ഞാൽ NH2 ഒപ്പം നമ്മൾ എന്ത് ചെയ്യും, എന്നിട്ട് NaNO2 പ്ലസ് HCl, അങ്ങനെ എന്താണ് എന്തെങ്കിലും HCl ആഡ് ചെയ്യും. പിന്നെ അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ കിട്ടും N2Cl കിട്ടും, N2Cl. ഇതിനാണ് ഡയാസോണിയം സാൾട്ട് എന്ന് പറയാം. ഡയാസോണിയം സാൾട്ട് ഉണ്ടാക്കുന്നതിനാണ് ഡയോസോട്ടൈസേഷൻ എന്ന് പറയാം. ഇതിനെ അനിലിൻ എന്നാണ് പറയാം. ഓക്കെ, ഇനി സാൻമേഴ്സ് റിയാക്ഷൻ ഉപയോഗിക്കുന്നത് എന്തിനാണ്, നമ്മൾ നേരത്തെ പറഞ്ഞ ഹാലോ അരീൻസ് ഉണ്ടാക്കാനാണ്. സാൻമേഴ്സ് റിയാക്ഷനും കാറ്റർമാൻ റിയാക്ഷനും ഒരുമിച്ച് പിടിക്കണം. സാൻമേഴ്സ് റിയാക്ഷൻ പറയുന്നത് നമ്മൾ നമ്മളിപ്പോൾ ബെൻസീൻ റിംഗ് ആണ് പറയുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട റിയാക്ഷനുകളാണ്. അപ്പോൾ ബെൻസീൻ റിംഗിൽ ArN2Cl ആഡ് ചെയ്യാം, പ്ലസ് നമുക്ക് അതിൻ്റെ ഒപ്പം കോപ്പർ ആഡ് ചെയ്യാം. കോപ്പർ സാൻമേഴ്സ് റിയാക്ഷൻ എന്ന് പറയുമ്പോൾ കോപ്പർ ഇൻറ്റു എക്സ് ആഡ് ചെയ്യണം, പ്ലസ് HX ആഡ് ചെയ്യണം. ഓക്കെ, അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ പ്രോഡക്റ്റ് കിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ബെൻസീൻ റിംഗ് കിട്ടും. അതിൻ്റെ മടക്കി Cl മാത്രം വരും. നമുക്ക് ഉണ്ടാക്കാനുള്ള ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ സാധനമാണ്. ഇതിന് പകരം Cl വരാം, Br വരാം, എന്ത് വേണമെങ്കിലും വരാമല്ലോ. അപ്പോൾ ArCl പ്ലസ് CuX റിയാക്ട് ആയി പോകും. എന്നിട്ട് N2 മാത്രം ബാക്കി വരും, പിന്നെ HX ബാക്കി വരും. പിന്നെ ഗാറ്റർമാൻ റിയാക്ഷനിൽ ഇങ്ങനെ തന്നെ ArN2Cl പ്ലസ് Cu, ഇവിടെ എക്സ് വേണ്ട, ഇത് മാത്രമേ വ്യത്യാസമുള്ളൂ. സാൻമേഴ്സിൽ എക്സ് വേണം, ഗാറ്റർമാനിൽ എക്സ് വേണ്ട. Cu അപ്പോൾ ഇവിടെ എന്തിട്ടാണ് ഉപയോഗിക്കുന്നത്, കോപ്പർ പൗഡറാണ് ഉപയോഗിക്കുന്നത്, കോപ്പർ പൗഡർ. അപ്പോൾ അതിൻ്റെ കൂടെ പ്ലസ് HX ആഡ് ചെയ്യുന്നു. ഈ സെയിം സംഭവം തന്നെ ArCl പ്ലസ് N2 പ്ലസ് HX ഇങ്ങനെ വരും. പക്ഷേ ഇവിടുത്തെ വ്യത്യാസം ഇവിടെ എക്സ് ഇല്ല, കോപ്പർ പൗഡറാണ് ഉപയോഗിക്കുന്നത്. ഇനി പോളി ഹാലജൻ കോമ്പൗണ്ട്, ഈ പോളി ഹാലജൻ കോമ്പൗണ്ട് പറഞ്ഞാൽ ഹാലജൻ ഉണ്ടല്ലോ, ഈ ഹാലജൻ Cl Br അങ്ങനത്തെ സംഭവങ്ങൾ ഒരെണ്ണത്തിന് കൂടുതൽ വരുന്നതാണ് പോളി ഹാലജൻ എന്ന് പറയാം. ഇതിൻ്റെ മണ്ടയ്ക്ക് ഇപ്പോൾ ഒരെണ്ണേ ഉള്ളൂ, എക്സ് എന്ന് പറയാം. ഇതിന് പകരം കൂടുതൽ വന്നു കഴിഞ്ഞാൽ പോളി ഹാലജനെ. ഓക്കെ, അതിൻ്റെ എക്സാമ്പിളാണ് ക്ലോറോഫോം, അതുപോലെ തന്നെ DDT. ഓക്കെ, ഇനി ക്ലോറോഫോമിൻ്റെ പ്രത്യേകത, വൈ ക്ലോറോഫോം ഈ സ്റ്റോർഡ് ഇൻ ഡാർക്ക് കളേർഡ് ബോട്ടിൽ. അതിന് കാരണം ക്ലോറോഫോമിൻ്റെ ഫോർമുല അറിയണം, CHCl3 എന്നാണ് അതിൻ്റെ ഫോർമുല. അതിൻ്റെ ഒപ്പം O2 റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്ന അറിയണം, ഈ O2 എന്ന് പറയുന്നതിൻ്റെ ഇടയ്ക്ക് പോകും, എന്നിട്ട് H പുറത്തേക്ക് ചാടിക്കും. അപ്പോൾ HCl ഉണ്ടാവും, അതുപോലെ തന്നെ COCl3 ഉണ്ടാവില്ലല്ലോ, ഒരു CL പുറത്ത് ചാടിയല്ലോ, അപ്പോൾ COCl2 ഉണ്ടാവും, COCl2 പ്ലസ് HCl. ഈ COCl2 നെയാണ് ഫോസ് ജി എന്ന് പറയാം, ഫോസ് ജി. ഈ ഫോസ് ജി എന്ന് പറഞ്ഞൊരു കെമിക്കലാണ്, ആൾ തട്ടിപ്പും ഇത് കണ്ടു കഴിഞ്ഞാൽ. അപ്പോൾ ഈ ഓട്ടുമായിട്ടുള്ള എയറുമായിട്ടുള്ള ഇത് തടയാൻ വേണ്ടി, അതിൻ്റെ റിയാക്ഷൻ തടയാൻ വേണ്ടിയിട്ടാണ് അതിനെ ഡാർക്ക് കളർ ബോട്ടിൽ സൂക്ഷിക്കുന്നത്. പിന്നെ ഈ DDT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇതിനോട് ഉപയോഗിക്കുക, ഒരു ഇൻസെക്ടിസൈഡാണ്. ഇത്ര കാര്യങ്ങളാണ് ഹാലോ അലൈൻസും പഠിക്കേണ്ടത്, അത് മനസ്സിലായി തരുന്നു. ഇനി നമുക്ക് ഈ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. മോഡൽ എക്സാമിൻ്റെ നമ്മളോട് ചോദിച്ചത് ഏതൊക്കെ ചോദ്യങ്ങളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 10ാമത്തേൽ why are aryl halides less reactive towards nucleophilic substitution reaction? അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാലോ, ഹാലോ അലൈൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെൻസിൻ്റെ മണ്ടയ്ക്ക് എക്സ് വരുന്നതാണ്. ഈ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CCl ഡബിൾ ബോണ്ട് ക്യാരക്ടർ കാണിക്കും, കാണുന്നുണ്ട് ഇവിടെ, ഡബിൾ ബോണ്ട് ക്യാരക്ടർ കാണിക്കും. ഇതിൻ്റെ മണ്ടയ്ക്ക് എക്സ് വരുന്നതാണ്, CCl ഡബിൾ ബോണ്ട് ക്യാരക്ടർ കാണിക്കും. അതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോ പറഞ്ഞാൽ അതുപോലെ തന്നെ ഇത് അറ്റാച്ച് ചെയ്തേക്കുന്നത് sp2 ഹൈബ്രിഡൈസേഷൻ ഉള്ള ഒരു കാർബൺ ആറ്റത്തിക്കാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് പാടാണ് ഇതിനെന്ത് ചെയ്യാൻ, മുറിക്കാൻ, ഇതിൻ്റെ തലവെട്ടി കളയാൻ. ന്യൂക്ലിയോഫൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂക്ലിയോഫൈൽ ആഡ് ആവണല്ലോ ഇതിൻ്റെ മണ്ടയ്ക്ക്, പക്ഷേ അത് ആഡ് ആവാണ്ടാവണേയാണ് ഈ ന്യൂക്ലിയോഫൈൽ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ വരുന്നത് ഇതിൽ പിന്നത്തെ ഒരു ചോദ്യം പറഞ്ഞാൽ ഈ റിയാക്ഷനുകൾ എഴുതാൻ. ഇപ്പോൾ ഞാൻ പറഞ്ഞത് വെച്ച് ഈ റിയാക്ഷനുകൾ എഴുതാൻ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, ഇവിടെ CH3 CH2 എന്നാണ്, അതിൻ്റെ കൂടെ NaI ആഡ് ചെയ്യുന്നു, അതായത് NaX ആഡ് ചെയ്യുന്നു. നമ്മൾ പറഞ്ഞല്ലോ ഈ CH3 CH2 നെ R ആയിട്ട് എടുക്കുക, RXൻ്റെ കൂടെ NaI ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും, ഈ I എടുത്ത് Xന് പകരം വരും, അപ്പോൾ RI പ്ലസ് NaX എന്ന് വരും. അപ്പോൾ ഈ R ന് പകരം ഇത് എഴുതണം, പിന്നെ Xന് പകരം Cl എഴുതണം. ഓക്കെ, അത്രേ ഉള്ളൂ. പിന്നെ CH3 CH2 ന് അതായത് ROH, ഞാൻ നേരത്തെ പറഞ്ഞ ആൽക്കഹോൾ, അതിൻ്റെ ഒപ്പം SOCl2 ആഡ് ചെയ്തുണ്ടാവും, ഈ RCl ആവും, ഇതിൻ്റെ ഒരു C പോവും, ഈ R പോവും, പിന്നെ HCl ആവും, അപ്പോൾ ഈ H പോവും, ഈ Cl മൊത്തം പോവും, പിന്നെ ബാക്കിയുള്ള വന്നിട്ട് S Oയും ഒരു Oയും, അപ്പോൾ SO2 ആവും. അപ്പോൾ ഇതാണ് അതിൻ്റെ റിയാക്ഷൻ. പിന്നെ CH3 CH2 ഡബിൾ ബോണ്ട് CH2 പ്ലസ് HBr. ഇവിടെ H എന്ന് പറയുന്നത് കാർബൺ ഹൈഡ്രജൻ കൂടുതലുള്ളടത്തേക്ക് പോകും, അതായത് ഇവിടേക്ക് പോകും. പിന്നെ Br എന്ന് പറയുന്നത് ഹൈഡ്രജൻ കുറവുള്ളടത്തേക്ക് പോകും, ഇവിടേക്ക്. അപ്പോൾ ഇവിടെ എന്തുണ്ടാവും, CH3 CH2 CHൻ്റെ കൂടെ Br വരും, അതിലൂടെ സിംഗിൾ ബോണ്ടാവും, ഈ ഡബിൾ ബോണ്ട് ബ്രേക്ക് ആയിട്ട് സിംഗിൾ ബോണ്ടാവും, അതിനാണല്ലോ HBr ആഡ് ചെയ്യുന്നത്. അങ്ങനെ സിംഗിൾ ബോണ്ടായിട്ട് CH ഇവിടെ 2 ന് പകരം ഈ H കൂടെ കയറുമ്പോൾ 3 ആവും, CH3 ആവും. ഇത്രയാണ് ഇതിൽ നിന്ന് പറഞ്ഞ ചോദ്യങ്ങൾ. ഹാലോ ആൽക്കീനിന്ന് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് പറയുന്നത്. ഓക്കെ, ആൽക്കീൻ എന്ന് പറയുമ്പോൾ നമുക്കൊരു എക്സാമ്പിൾ എഴുതാം, CH3 CH ഡബിൾ ബോണ്ട് CH2. ഓക്കെ.
CH2. ഓക്കെ, ഇപ്പോൾ ഇതൊരു ആൽക്കീനാണ്. ഇതിൽ നിന്ന് ആലോ ആൽക്കെയിൻ ഉണ്ടാക്കണമെങ്കിൽ ഒരു HX ആഡ് ചെയ്യണം. എക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം Cl ആവാം, Br ആവാം, F ആവാം, എന്ത് വേണേലും ആവാം. ഓക്കെ, ഇനി ഇത് ആഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നത് ശ്രദ്ധിക്കണം. ഇവിടെ മാർക്കോണിക്കോസ് റൂളാണ് ഉപയോഗിക്കുക. അതായത് ഈ H എന്ന് പറയുന്നത് കൂടുതൽ കാർബൺ ആറ്റമുള്ളടത്ത് ഹൈഡ്രജൻ ആറ്റമുള്ളടത്തേക്ക് പോകും. ഇവിടെ ഹൈഡ്രജൻ കൂടുതലുള്ള ഇവിടേക്കാണ്. അപ്പോൾ ഈ H ഇവിടേക്ക് കൂടിച്ചേരും. പിന്നെ ഈ X എന്ന് പറയുന്നത് ഈ ഡബിൾ ബോണ്ട് ഉള്ളിടത്ത് ഹൈഡ്രജൻ കുറവുള്ളത് എവിടെയാണോ അവിടേക്ക് പോകും. അത് ഇവിടെയാണ്, അപ്പോൾ ഇതിലേക്ക് പോകും. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ റിയാക്ഷൻ എഴുതാം. എളുപ്പമാണ്. CH3 CH ഇവിടെ X പോവും. അപ്പോൾ ഇവിടേക്ക് ഒരു X താഴേക്കിടാം. പിന്നെ ഇവിടെ സിംഗിൾ ബോണ്ടായി, ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്ത് സിംഗിൾ ബോണ്ടായി. പിന്നെ CH ഇവിടുത്തെ ഒരു H കൂടെ ചേരുമ്പോൾ CH3 ഇത്രയേ ഉള്ളൂ മാർക്കോണിക്കോസ് റൂൾ. ഇനി ആൻറ്റി മാർക്കോണിക്കോസ് റൂൾ ഉണ്ട്. അത് ഉപയോഗിക്കുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ CH3 CH ഡബിൾ ബോണ്ട് CH2 പ്ലസ് HS ഇൻ പ്രസൻസ് ഓഫ് പെറോക്സൈഡ് എന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ മനസ്സിലാവണം അത് ആൻറ്റി മാർക്കോണിക്കോസ് റൂളാണ് ഉപയോഗിക്കേണ്ടത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പറഞ്ഞത് നേരെ ഓപ്പോസിറ്റ്. H എന്ന് പറഞ്ഞാൽ കുറവ് ഹൈഡ്രജൻ ഉള്ളിടത്തേക്ക് പോകും, X എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ഹൈഡ്രജൻ ഉള്ളിടത്തേക്ക് പോകും. നേരത്തെ ഉണ്ടായിട്ട് നേരെ ഓപ്പോസിറ്റ്, അത്രേ ഉള്ളൂ. അതായത് CH3 CH2 സിംഗിൾ ബോണ്ട് CH പിന്നെ ഒരു X. ഓക്കെ, പിന്നെ അതിൻ്റെ എക്സാമ്പിൾ നമ്മൾ നേരത്തെ ക്വസ്റ്റ്യൻ പേപ്പർ റിവൈസ് ചെയ്തപ്പോൾ ചെയ്തു. പിന്നെ പറയാനുള്ളത് സേറ്റ്സ് ഓഫ് റൂളാണ്. സേറ്റ്സ് ഓഫ് റൂളിന് ചോദിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡീഹൈഡ്രോ ഹാലോജിനേഷൻ ആണ്. ഓക്കെ, ഇനി 2-ബ്രോമോ പെൻറ്റെയിൻ ആൽക്കഹോളിക് KOHൽ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് എന്തുണ്ടാവും എന്നാണ് ചോദ്യം. ഇതുപോലത്തെ ഒരു ചോദ്യം നമ്മുടെ മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നു. അതിൽ ചോദിച്ചത് ഇക്വേഷൻ ഫോർ ഡീഹൈഡ്രോ ഹാലോജിനേഷൻ എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. റിയാക്ഷൻ ഫോർ 2-ബ്രോമോ ബ്യൂട്ടേൻ എന്നാണ് ഇവിടെ ചോദിച്ചത്. നമുക്ക് 2-ബ്രോമോ പെൻറ്റെയിനിൽ ചെയ്യാം. ഓക്കെ, 2-ബ്രോമോ പെൻറ്റെയിൻ വരയ്ക്കാൻ പഠിക്കണം. പെൻറ്റ് എയിൻ, അതായത് സി എത്ര വരും? പെൻറ്റ് 5 വരും. 1 2 3 4 5. ഇനി CH3 ബ്രോമോ, രണ്ടാമത്തേൽ ബ്രോമിൻ വരും. അപ്പോൾ രണ്ടാമത്തേൽ Br. ഇനി ഇവിടെ CH2 CH3. ഇതാണ് 2-ബ്രോമോ പെൻറ്റെയിൻ. ഇനി ഇതിലേക്ക് ആൽക്കഹോളിക് KOH ആഡ് ചെയ്യണം. ഇനി ഇവിടെ പ്രൊഡക്റ്റ് വരുന്നത് സൈറ്റ്സ് ഓഫ് റൂൾ പ്രകാരമാണ്. ഏറ്റവും കൂടുതൽ ചെയിൻ വരുന്നതിൻ്റെ കൂടെ ആയിരിക്കും ഈ ബ്രോമിൻ റിയാക്ട് ചെയ്യുക. അതായത് ഇവിടെയാണല്ലോ ഏറ്റവും കൂടുതൽ ചെയിൻ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ റിയാക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ അത് എഴുതുമ്പോൾ CH3 CH ഡബിൾ ബോണ്ട് CH പിന്നെ ഇവിടെ റിയാക്ട് ചെയ്ത് ഇത് കഴിഞ്ഞു. ഇത് എഴുതി ഇതിൻ്റെ ബ്രോമിന് ഇത് കൂടെ പോകുമ്പോൾ HBr ആയിട്ട് പോകും. പിന്നെ ഇവിടെ ആകെ കൂടെ ഒറ്റ ചെയിനുള്ളൂ. അത് കഴിഞ്ഞാൽ അപ്പോൾ അത് ഡബിൾ ബോണ്ടായിട്ട് എഴുതി. ഇവിടെ എഴുതി ഡബിൾ ബോണ്ടായിട്ട് എഴുതി. എന്നിട്ട് CH2 പിന്നെ സിംഗിൾ ബോണ്ട് CH2 CH3. ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രൊഡക്റ്റ് വരിക. ഓക്കെ, അതുപോലെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ പറയുകയാണെങ്കിൽ ഉത്തരം നോക്കുകയാണെങ്കിലും ഓക്കെ, ഇതിൽ ചോദിച്ചത് 2-ബ്രോമോ ബ്യൂട്ടേൻ വരയ്ക്കണമെങ്കിൽ എന്ത് ചെയ്യണം? CH എത്ര കാർബൺ വരും എന്ന് ആദ്യം പറയണം. C 4 അതിൽ രണ്ടാമത്തേൽ ബ്രോമിൻ വരും Br. അപ്പോൾ ഇവിടെ CH3 CH2 CH3. ഓക്കെ, ഇതിൽ ബ്രോമിൻ ഈ കൂടുതൽ കാർബണുള്ള ഭാഗത്തേക്ക് റിയാക്ട് ചെയ്യും. അങ്ങനെ CH ഇവിടെ റിയാക്ട് ആയി പോകുമ്പോൾ ഇവിടെ ഡബിൾ ബോണ്ട് വരും. അങ്ങനെ CH ഇവിടെ അപ്പോൾ വെറും CH3. ഇങ്ങനെ ആയിരിക്കും അതിൻ്റെ ഉത്തരം വരാം. ഓക്കെ, റൂള് എന്തിട്ടാണ് സ്റ്റേറ്റ് ചെയ്യാൻ വരില്ല, എന്നാലും ഞാൻ എഴുതാം. ആൽക്കീൻസ് ഫോംഡ് ഷുഡ് ബി ഓഫ് മാക്സിമം കാർബൺ അറ്റാച്ച്ഡ് ചെയിൻ. ഇതാണ് എന്ത് സൈറ്റ്സ് ഓഫ് റൂൾ. ആർ യു വെല്ലി? ഓക്കെ, അപ്പോൾ ഓൾ ദ ബെസ്റ്റ്.